ഹായ് ഹലോ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ മുകളിൽ കാണുന്ന യമണ്ടൻ ചോദ്യം, വലിയ ചോദ്യം. എക്സാമുകൾക്ക് വരാറുണ്ട്. ചെയ്യാനുള്ള ഒരു സൂപ്പർ ടെക്നിക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടു. ഒരാൾ അയാളുടെ വരുമാനത്തിന്റെ പകുതി ബാങ്കിൽ ഇട്ടു. ബാക്കിയുള്ളതിന്റെ പകുതി അച്ഛനും ബാക്കിയുള്ളതിന്റെ പകുതി അമ്മയ്ക്കും ബാക്കിയുള്ളതിന്റെ പകുതി മകനും നൽകിയപ്പം 500 രൂപ ഇയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. എങ്കിൽ ഇയാൾക്ക് എത്ര ഇൻകം, വരുമാനം ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. ടെക്നിക്ക് കേട്ടോ. ഇത്തരം ചോദ്യങ്ങൾ മക്കളെ സിമ്പിൾ ആയിട്ട് വരച്ച് ചെയ്യാം. എങ്ങനെയാണെന്ന് കണ്ടോ. പിടിച്ചോ. എങ്ങനെയാണ് ഇത് വരച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആകെ വരുമാനത്തെ മക്കളെ ഞാൻ ഒരു ചതുരം കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇതാണ് അയാളുടെ ആകെ വരുമാനം എന്ന് വിചാരിക്കുക. ഈ ആകെ വരുമാനത്തിന്റെ പകുതി ബാങ്കിൽ ഇട്ടു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആകെ വരുമാനത്തെ ഞാൻ പകുതിയായിട്ട് മുറിച്ചു. പകുതി എവിടെ ഇട്ടു എന്നാ പറഞ്ഞേക്കുന്നത്? ബാങ്കിലിട്ടു. ഇനി ബാക്കിയുള്ളതിന്റെ പകുതി അച്ഛന് കൊടുത്തു എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി ഏതാ മക്കളെ ബാക്കിയുള്ളത്? ഇനി ബാക്കിയുള്ളത് ഇതാ. ഈ ബാക്കിയുള്ളതിന്റെ പകുതി അച്ഛന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ ഞാൻ ആദ്യം പകുതിയായിട്ട് മുറിച്ചു. പകുതി ആർക്ക്? അച്ഛന് കൊടുത്തു. ഇനി ബാക്കിയുള്ളതിന്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളതിനെ പകുതിയായിട്ട് മുറിച്ചു. പകുതി അമ്മയ്ക്ക്. ഇനി ബാക്കിയുള്ളതിന്റെ പകുതി മകന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളതിനെ പകുതിയായിട്ട് മുറിച്ചു. പകുതി മകന്. അപ്പോൾ ബാക്കി വന്നത് 500 രൂപയാണ്. അപ്പം ഇതാണ് മക്കളെ ആ 500. ഇത്ര ഓക്കെ അല്ലേ? ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത്രയും കിട്ടിയാൽ ഉത്തരവായി. എങ്ങനെ ചെയ്യും? ഇത് 500 ആണെങ്കിൽ ഇത് 500 ആണെങ്കിൽ ഇതും 500. കാരണം രണ്ടും ഒരേ വലുപ്പമാണ്. അപ്പൊ ഇത്ര 1000 ആണോ? ഇത് 1000 ആണെങ്കിൽ ഇതും 1000. രണ്ടും ഒരേ വലിപ്പം. അപ്പൊ ഇത്രയും ചേരുമ്പോ 2000 ആയി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും 2000 അല്ലേ? അപ്പൊ വലത് സൈഡ് മുഴുവൻ 4000. അത് 4000 ആണെങ്കിൽ ഇതും 4000 അല്ലേ? അപ്പൊ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ 8000 അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടി, 8000 രൂപ. കണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള ടെക്നിക്ക് മനസ്സിലായോ? താങ്ക് യു.